എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ലേറ്റസ്റ്റ് സ്റ്റഡി എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ MOP അഥവാ മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയേഴ്സ് എന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന വിഷയം കേരള എഡ്യൂക്കേഷൻ റൂൾ, കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളും നിയമങ്ങളും, അതിലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, പൊതുവിദ്യാഭ്യാസ വകുപ്പിലൊക്കെ ജോലി ചെയ്യുന്ന ക്ലർക്കുമാർക്കും അതുപോലെ ടീച്ചേഴ്സിനൊക്കെ കേരള എഡ്യൂക്കേഷൻ റൂൾസ് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ആവശ്യമുണ്ടാകും. അല്ലാതെ തന്നെ ഇത് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ക്ലർക്കുമാർക്ക് നിരന്തരം ഇടപെടേണ്ടി വരുന്ന ഒരു പാഠഭാഗമാണ് കേരള എഡ്യൂക്കേഷൻ റൂൾസ്. അപ്പം കൂടുതൽ സമയം കളയാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, the number of transfers under a cooperative educational agency shall be limited to dash in a year. The number of transfers under a corporate educational agency shall be limited to dash in a year. Option A twice, option B thrice, option C twice or thrice, option D once. ഉത്തരം twice or thrice, 2 വട്ടമോ അല്ലെങ്കിൽ 3 വട്ടമോ. ദ നമ്പർ ഓഫ് ട്രാൻസ്ഫേഴ്സ് അണ്ടർ എ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി ഷാൽ ബി ലിമിറ്റഡ് ടു ഡാഷ് ഇൻ എ ഇയർ എന്ന് ചോദിച്ചാൽ ഉത്തരം ട്വൈസ് ഓർ ത്രൈസ് ഇൻ എ ഇയർ. രണ്ടാമത്തെ ചോദ്യം, വൺ ഓഫ് ദ ഫോളോയിങ് പേഴ്സൺ ഈസ് നോട്ട് എ കമ്പൽസറി ഇൻ ദ ഇൻ്റർവ്യൂ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ്. എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിനെ നിയമിക്കുന്നതിനായുള്ള ഇൻ്റർവ്യൂ ബോർഡിൽ നിർബന്ധമല്ലാത്ത പേഴ്സൺ ഏതാണ്? ചുവടെ പറയുന്നതിൽ നിർബന്ധമല്ലാത്ത പേഴ്സൺ ഏതാണ്? ഓപ്ഷൻ എ പ്രിൻസിപ്പൽ, ഓപ്ഷൻ ബി മെമ്പർ ഓഫ് ലോക്കൽ ബോഡി, ഓപ്ഷൻ സി മാനേജർ, ഓപ്ഷൻ ഡി ഗവൺമെൻറ് നോമിനി. വൺ ഓഫ് ദ ഫോളോയിങ് പേഴ്സൺ ഈസ് നോട്ട് എ കമ്പൽസറി ഇൻ ദ ഇൻ്റർവ്യൂ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് എ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ്. ഉത്തരം മെമ്പർ ഓഫ് ലോക്കൽ ബോഡി. വൺ ഓഫ് ദ ഫോളോയിങ് പേഴ്സൺ ഈസ് നോട്ട് എ കമ്പൽസറി ഇൻ ദ ഇൻ്റർവ്യൂ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ്. ഓപ്ഷൻ ബി മെമ്പർ ഓഫ് ലോക്കൽ ബോഡി. അടുത്ത ചോദ്യം, ദ നമ്പർ ഓഫ് പോസ്റ്റ്സ് ഓഫ് HSA ഹിന്ദി ഫോർ എ സ്കൂൾ ഹാവിംഗ് 15 periods of work per week is. The number of posts of HSA Hindi for a school having 15 periods of work per week is. Option A 1 part-time teacher, option B 1 full-time teacher, option C 2 part-time teacher, option D 1 full-time and 1 part-time teacher. ആഴ്ചയിൽ 15 വർക്കിംഗ് പീരീഡ് ഉള്ള ഒരു സ്കൂളിൽ HSA ഹിന്ദി പോസ്റ്റിലേക്ക് എത്ര ആൾക്കാരെ നിയമിക്കാം എന്നതാണ് ചോദ്യം. ഉത്തരം 1 ഫുൾ ടൈം, ഒരു ഫുൾ ടൈം ടീച്ചറെ നിയമിക്കാം. ദ നമ്പർ ഓഫ് പോസ്റ്റ്സ് ഓഫ് HSA ഹിന്ദി ഫോർ എ സ്കൂൾ ഹാവിംഗ് 15 periods ഓഫ് വർക്ക് പെർ വീക്ക് ഈസ് 1 ഫുൾ ടൈം. അടുത്ത ചോദ്യം, എ സ്കൂൾ ഇയർ വിൽ കവർ ദ ഫോളോയിങ് പീരീഡ്. ഒരു അധ്യയന വർഷം എന്ന് പറയുന്നത് താഴെ കൊടുക്കുന്ന കാലയളവിൽ ഏതാണ്? എ സ്കൂൾ ഇയർ വിൽ കവർ ദ ഫോളോയിങ് പീരീഡ്. ഓപ്ഷൻ എ ഫ്രം ദ റീ ഓപ്പണിംഗ് ഡേ ടു ദ ലാസ്റ്റ് ഡേ ബിഫോർ വെക്കേഷൻ. ഫ്രം ദ റീ ഓപ്പണിംഗ് ഡേ ടു ദ ലാസ്റ്റ് ഡേ ബിഫോർ വെക്കേഷൻ. ഫ്രം 15th July to the 14th July ഓഫ് ദ നെക്സ്റ്റ് ഇയർ. Option C, from the reopening date to the last day of summer vacation. Option D, from 15th July to the last day of summer vacation. ഒരു അധ്യയന വർഷം എന്ന് പറയുന്നത് കറക്റ്റായ ആൻസർ ഫ്രം ദ റീഓപ്പണിംഗ് ഡേ ടു ദ ലാസ്റ്റ് ഡേ ഓഫ് സമ്മർ വെക്കേഷൻ. എ സ്കൂൾ ഇയർ വിൽ കവർ ദ ഫോളോയിങ് പീരീഡ് ഫ്രം ദ റീഓപ്പണിംഗ് ഡേ ടു ദ ലാസ്റ്റ് ഡേ ഓഫ് സമ്മർ വെക്കേഷൻ. അടുത്ത ചോദ്യം, ദ അതോറിറ്റി competent to entertain appeal on staff fixation of a primary school. The authority competent to entertain
അപ്പീൽ ഓൺ സ്റ്റാഫ് ഫിക്സേഷൻ ഓഫ് എ പ്രൈമറി സ്കൂൾ ഈസ്. ഒരു പ്രൈമറി സ്കൂളിൻ്റെ സ്റ്റാഫ് ഫിക്സേഷനുമായി ബന്ധപ്പെട്ട് അപ്പീലുകൾ പരിശോധിക്കാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ എ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ, ഓപ്ഷൻ ബി ഡെപ്യൂട്ടി ഡയറക്ടർ, ഓപ്ഷൻ സി അഡീഷണൽ ഡയറക്ടർ, ഓപ്ഷൻ ഡി ജോയിന്റ് ഡയറക്ടർ. ഉത്തരം ഡെപ്യൂട്ടി ഡയറക്ടർ. ഡെപ്യൂട്ടി ഡയറക്ടർ. The authority competent to entertain appeal on staff fixation of a primary school is deputy director. ആറാമത്തെ ചോദ്യം, the definition of year included in the provident fund rules of a aided school staff is. The definition of year included in the provident fund rules of a aided school staff is. ഒരു എയ്ഡഡ് സ്കൂൾ സ്റ്റാഫിൻ്റെ നിയമപ്രകാരം പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്, പ്രൊവിഡൻറ്റ് ഫണ്ട് റൂൾസ് ഓഫ് എയ്ഡഡ് സ്കൂൾ സ്റ്റാഫിൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ട് റൂൾസ് പ്രകാരം ഇയർ എന്ന് പറയുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം അക്കാദമിക് ഇയർ, ഓപ്ഷൻ ബി സ്കൂൾ ഇയർ, ഓപ്ഷൻ സി കലണ്ടർ ഇയർ, ഓപ്ഷൻ ഡി ഫിനാൻഷ്യൽ ഇയർ. ഉത്തരം ഫിനാൻഷ്യൽ ഇയർ. ദ ഡെഫിനിഷൻ ഓഫ് ഇയർ ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൊവിഡൻറ്റ് ഫണ്ട് റൂൾസ് ഓഫ് എയ്ഡഡ് സ്കൂൾ സ്റ്റാഫ് ഈസ് ഫിനാൻഷ്യൽ ഇയർ. അടുത്ത ചോദ്യം, ടീച്ചേഴ്സ് ഓഫ് സ്കൂൾസ് മാനേജ്ഡ് ബൈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ ബി അപ്പോയിൻറ്റഡ് ത്രൂ. ടീച്ചേഴ്സ് ഓഫ് സ്കൂൾസ് മാനേജ്ഡ് ബൈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ ബി അപ്പോയിൻറ്റഡ് ത്രൂ. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നിയന്ത്രിക്കപ്പെടുന്ന സ്കൂളുകളിൽ ടീച്ചേഴ്സിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, ഓപ്ഷൻ ബി ഡയറക്ടർ ഓഫ് പഞ്ചായത്ത്, ഓപ്ഷൻ സി പബ്ലിക് സർവീസ് കമ്മീഷൻ, ഓപ്ഷൻ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ. Teachers of schools managed by the local self-government institution will be appointed through Public Service Commission. എട്ടാമത്തെ ചോദ്യം, the formal enquiry towards the charges framed against the head of a training school shall be conducted on the request of the manager by. The formal enquiry towards the charges framed against the head of a training school shall be conducted on the request of മാനേജർ ബൈ. അതായത് ഒരു ട്രെയിനിങ് സ്കൂൾ ഡയറക്ടർക്കെതിരെയുള്ള ഒരു പരാതി മാനേജറുടെ ആവശ്യപ്രകാരം ആരാണ് പരിശോധിക്കുന്നത്? ഓപ്ഷൻ എ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ, ഓപ്ഷൻ ബി ഡെപ്യൂട്ടി ഡയറക്ടർ, ഓപ്ഷൻ സി ജോയിന്റ് ഡയറക്ടർ, ഓപ്ഷൻ ഡി ഗവൺമെൻറ് സെക്രട്ടറി. The formal enquiry towards the charges framed against the head of a training school shall be conducted on the request of the manager by deputy director. ഒമ്പതാമത്തെ ചോദ്യം, a pupil will be treated to have secured the minimum attendance if he had attended the school on not less than %% of working days. ഒരു കുട്ടി മിനിമം അറ്റൻഡൻസ് ഉണ്ട് എന്ന് കണക്കാക്കും. എത്ര ശതമാനത്തിൽ കൂടുതലാണ് അവൻ വന്നിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ എത്ര ശതമാനത്തിൽ കുറയാതെ അറ്റൻഡൻസ് അവൻ ഉണ്ടെങ്കിലാണ് നമ്മൾ മിനിമം അറ്റൻഡൻസ് ഉണ്ട് എന്ന് കണക്കാക്കുന്നത്. അവൻ സെക്യൂർ ആകുന്നത് എപ്പോഴാണ്? അതാണ് ചോദ്യം. ഓപ്ഷൻ എ 60, ഓപ്ഷൻ ബി 75, ഓപ്ഷൻ സി 70, ഓപ്ഷൻ ഡി 85. A pupil will be treated to have secured the minimum attendance if he had attended the school on not less than 85% of working days. A pupil will be treated to have secured the minimum attendance if he had attended the school on not less than 85% of working days. പത്താമത്തെ ചോദ്യം, one of the following will not come under the classification of schools mentioned in KR. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ KRൽ പറയുന്ന സ്കൂൾ എന്ന ക്ലാസിഫിക്കേഷനിൽ വരാത്തത് ഏതാണ്? കേരള എഡ്യൂക്കേഷൻ റൂൾസ് പ്രകാരം സ്കൂൾ എന്ന ക്ലാസിഫിക്കേഷനിൽ വരാത്തത് ഏതാണ് ചുവടെ നൽകിയിരിക്കുന്നത് എന്നാണ് ചോദ്യം. വൺ ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് കം അണ്ടർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്കൂൾസ് മെൻഷൻഡ് ഇൻ KR. ഓപ്ഷൻ എ സ്കൂൾ ഫോർ ജനറൽ എഡ്യൂക്കേഷൻ, ഓപ്ഷൻ ബി സ്കൂൾ ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓപ്ഷൻ സി സ്കൂൾ ഫോർ എഡ്യൂക്കേഷൻ ഓഫ് പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ്, ഓപ്ഷൻ ഡി ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഉത്തരം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ, അതായത് ITIകളൊക്കെ
നമ്മുടെ KERൽ സ്കൂൾ എന്ന ഡെഫിനിഷനിൽ വരില്ല. One of the following will not come under the classification of school mentioned in KER. Option D, Industrial Training Institute. അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം പാർട്ട് 2ഉം പാർട്ട് 3 വരും KERൻ്റെ. പിന്നെ ഡെഫിനിഷൻസും ക്ലാസ്സുകളായിട്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. താങ്ക്